അപ്പോൾ ഈ ഡിക്കിനിക്കുകളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഗൈഡ് പറഞ്ഞു ഇവിടെ അടുത്ത എവിടെയോ ഒരു പുലിയോ സിംഹം എന്തോ ഉണ്ട്, ഇവർ പേടിച്ചിട്ടാണ് നിൽക്കണം, പരിസരത്ത് എവിടെയോ അവരത് സ്മെല്ല് ചെയ്തിട്ടുണ്ട്. ഒരു ലാൻഡ്സ്കേപ്പിൽ അവനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഞാനൊരു നല്ല പെയിൻറ്ററായിരുന്നെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ചിത്രം വരച്ചാണ്. എൻ്റെ മനസ്സിൽ അത്രയും ഭംഗിയായിട്ട് കിടക്കുകയാണ്. ഒരു ഇണ എന്തെങ്കിലും അസുഖം വന്ന് മരിക്കുകയോ മറ്റേതെങ്കിലും മൃഗം ഹണ്ട് ചെയ്ത് കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അധികം വൈകാതെ ഈ ഇണ മാൻകുട്ടി ഈ ഡിക്ക് മരിച്ചു പോകും. ഈ ഹയനകൾ ബാക്കി വെച്ചാലേ പിന്നെ കുറുക്കന്മാർക്ക് കിട്ടുള്ളൂ. കുറുക്കന്മാർ അവരുടെ വയറ് നിറഞ്ഞ് ബാക്കി വയ്ക്കുന്നത് കഴുകന്മാർ തിന്നും. അവസാനം ഈ സ്കാവഞ്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ അവസാനം ഈച്ചകൾ വരെയുണ്ട്. പ്രകൃതിയെ വൃത്തിയാക്കുന്ന സ്കാവഞ്ചേഴ്സ്, അങ്ങനെ ഒരു ആംഗിൾ അതിനുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അതിനെ മനസ്സിലാക്കുന്നത്. മുമ്പ് ഞാൻ വിചാരിച്ചത് മറ്റു മൃഗങ്ങൾക്കൊന്ന് മൃഗത്തിൻ്റെ ഉച്ഛിഷ്ടത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാതെ തിന്നുന്ന ഒരു സംഘം ആളുകൾ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു സംഘം മൃഗങ്ങൾ എന്നായിരുന്നു ഞാൻ ഈ ഹയനേനെയും കുറുക്കന്മാരെയും വൾച്ചേഴ്സ് കഴുകന്മാരെയും ഒക്കെ കരുതിയിരുന്നത്. എൻ്റെ ആ ധാരണയെ മാറ്റുന്നതായിരുന്നു ഞാൻ കണ്ട ആ സീബ്രയുടെ മൃതദേഹം ഭക്ഷിക്കുന്ന രംഗം. സിംഹമോ പുലിയോ വേട്ടയാടി കൊന്ന സീബ്ര അതിൻ്റെ മാംസം ഒക്കെ ഭക്ഷിച്ച് അവരുടെ വയറിറങ്ങി അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഗ്രൂപ്പിലെ ഈ സ്കാവഞ്ചേഴ്സിലെ ഏറ്റവും കരുത്തന്മാരായ ഹയനകൾ, കഴുതപ്പുലികൾ വന്നിട്ട് അത് തിന്നാൻ തുടങ്ങി. ചുറ്റും കുറുക്കന്മാർ കൊതിയോടുകൂടി അതിനെ വട്ടമിട്ട് നടന്നു. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു ഇറച്ചിയുമായിട്ട് അതിൻ്റെ ചുറ്റിൽ നിന്നു. ഈ ഹയനകൾ ബാക്കി വെച്ചാലേ പിന്നെ കുറുക്കന്മാർക്ക് കിട്ടുള്ളൂ. കുറുക്കന്മാർ അവരുടെ വയറ് നിറഞ്ഞ് ബാക്കി വയ്ക്കുന്നത് കഴുകന്മാർ തിന്നും. അവസാനം ഈ സ്കാവഞ്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ അവസാനം ഈച്ചകൾ വരെയുണ്ട് ഇത് തിന്ന്. അത് അല്ലെങ്കിൽ അവിടെ കിടന്ന് അഴുകി ബാക്ടീരിയകളും വൈറസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നത് ഈ സ്കാവഞ്ചേഴ്സാണ് എന്ന് കേട്ടപ്പോൾ അവരോട് നേരത്തെ ഉണ്ടായിരുന്ന വെറുപ്പും അറപ്പും മാറി. അവർ പ്രകൃതിയുടെ ക്ലീനേഴ്സാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞങ്ങളത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഈ ആഫ്രിക്കൻ ബഫലോനെ, വൈൽഡ് ബഫലോനെ കണ്ടു. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മളുടെ നാട്ടിലെ കാട്ടുപോത്തിനെ പോലെ ഉള്ള ഭംഗി എനിക്ക് തോന്നിയില്ല. കാരണം ഇതിന് ആ ഹഞ്ച് ബാക്ക് ഇല്ല, ആ കൂന് മുതുകത്ത് നമ്മുടെ നാട്ടിലുള്ളതിനുള്ള കൂന് ഇവിടുത്തെ കാട്ടുപോത്തുകൾക്കില്ല. ഇവിടുത്തെ കാട്ടുപോത്തിനെ കണ്ടാൽ, ആഫ്രിക്കൻ കാട്ടുപോത്തിനെ കണ്ടാൽ നമ്മളുടെ നാട്ടിലെ ഒരു പോത്ത് കുറേ കൂടി വലുപ്പം വെച്ച, കുറേ കൂടി തടിച്ച്, കുറേ കൂടി, പക്ഷെ കൊമ്പ് നമ്മുടെ കാട്ടുപോത്തിനെ പോലെ തന്നെയുള്ള കൊമ്പാണ്. ആ കൊമ്പിൻ്റെ ഇടയിൽ മുടി പോലെ രോമങ്ങളുണ്ട്. അപ്പം കഴിഞ്ഞ തവണ അവർ നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിരുന്നില്ല നമ്മൾ കണ്ടപ്പോൾ. അവിടെ തന്നെ അങ്ങനെ നിന്ന് നമ്മളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ പുല്ല് തിന്നുക, വീണ്ടും നമ്മളെ നോക്കുക, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നടക്കുന്ന ഒരു കാട്ടുപോത്തിനെ കണ്ടുകിട്ടി. ഞങ്ങളതിനെ ഫോളോ ചെയ്തു, വണ്ടിയിൽ അതിനെ ഫോളോ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇടയ്ക്ക് അവൻ നിന്നിട്ട് നമ്മളങ്ങനെ നോക്കും, ഇതാരത്, ഇതെന്ത് മൃഗമാണ്, ഇതെന്നെ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ ആയിരിക്കാം അതിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. നല്ല താടിച്ച് കൊഴുത്ത ഒരു കാട്ടുപോത്ത്. നമ്മളുടെ ഇറച്ചിക്കടയൊക്കെ നടത്തുന്ന, ബീഫൊക്കെ വെക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വായിൽ വെള്ളം വരും. അത്രയും തടിയൻ ഒരു പോത്ത്. കുറേ നേരം ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ചുറ്റിപ്പറ്റി നിന്നു. ഈ കാട്ടുപോത്തിനടുത്ത് നിന്ന് ഞങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ദൂരെ ഒരു വലിയ കാള അല്ലെങ്കിൽ പശു നിൽക്കുന്നത് പോലെ തോന്നി. ഞാനൊരു വലിയ പശു ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹർവിസന അങ്ങോട്ട് വാങ്ങുക, അത് കണ്ടിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അതൊരു മാനാണ്, പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ളൊരു മാൻ. മുഖം മാനിൻ്റെയാണ്,
മാനിൻ്റെ പിരിയൻ കൊമ്പുണ്ട്, പക്ഷെ ശരീരം കണ്ടാൽ ഒരു കൂറ്റൻ വിത്തുകാളയുടെ പോലെയുള്ള ശരീരം. ആ മാനിൻ്റെ പേരാണ് എലാൻ. എലാൻ എന്ന് പറഞ്ഞ മാനാണ് ലോകത്തെ മാൻവർഗങ്ങളിലെ ഭീമൻ. മാൻവർഗങ്ങളിൽ നമ്മളുടെ നാട്ടിലുള്ള പുള്ളിമാനുകൾക്കൊക്കെ ഇത്രയും വലിയൊരു കസിൻ ഉണ്ട് എന്നുള്ളത് ഇവിടെയുള്ള പുലികളും ചെന്നായ്ക്കളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മാനിനെ വേട്ടയാടാൻ ധൈര്യപ്പെടില്ല. കാരണം ഇവൻ അവരുടെ ഇടയിലൊരു യോദ്ധാവാണ്. വെരി ഹ്യൂജ്, ഭയങ്കര തലയെടുപ്പോടുകൂടി ഒരു കൂസലും ഇല്ലാതെ അവനങ്ങനെ നിന്ന് മേയാണ്. മസായ് മാറയിൽ വന്നിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു മൃഗം എലാനാണ്. കാരണം ആ എലാനെ നേരിട്ട് കാണുന്നത് വരെ അങ്ങനെ ഒരു മാനുള്ള വിവരം എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ വലിയ മാനുണ്ട്, കേഴമാൻ എന്ന് എന്താ പറയുക, വലിയ ബ്ലേഡ് പോലത്തെ കൊമ്പൊക്കെ ആയിട്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിനെ കണ്ട ഒരു വലിയ കാളയെ പോലെ ഉണ്ട്. മുഖം പക്ഷെ ശരിക്കും മാനിൻ്റെ തന്നെയാണ്. ഇപ്പോൾ വലിയ ഒരു കാളയ്ക്ക് ഒരു മാനിലുണ്ടായ കുഞ്ഞിനെ പോലെ തോന്നും. അതൊരു ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയായിരുന്നു. ഞാൻ കുറേ വീഡിയോ എടുത്തിരുന്നു അതിൻ്റെ. അത് നമുക്ക് വെറുതെ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാൻ പറ്റില്ല. കാരണം ആൾക്കാർ ഇത് എന്ത് ജീവിയെന്ന് വിചാരിക്കും, നമ്മൾ AI ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു ജീവിയെന്ന് വിചാരിക്കും. കാരണം എനിക്ക് ഉറപ്പാണ് അധികം പേർക്ക് എലാൻ എന്ന് പറഞ്ഞൊരു മാനുള്ള വിവരം അറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് വേണം അത് ഇടാൻ. അതുകൊണ്ട് ഞാൻ ഇതുവരെ അത് ഇട്ടിട്ടില്ല. മസായ് മാറയിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് അത്ഭുതങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ചെറിയ മാനും മസായ് മാറയിലുണ്ട്. ഡിക്കി ഡിക്കി എന്ന് മറ്റു പറയുന്ന കുഞ്ഞിമാൻ, ഏറ്റവും ചെറിയ മാൻ. അതൊരു മുയലിൻ്റെ അത്ര വലുപ്പമുള്ള, ഒരു വലിയ മുയലിൻ്റെ അത്ര വലുപ്പമുള്ള കുഞ്ഞുമാൻ. അത് നമ്മളുടെ ഈ ക്യാമ്പ് ചെയ്ത പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടില്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് അത് ഓടിപ്പോയി. ഏറ്റവും വലിയ മാനും ഇവിടെ തന്നെയാണ്. അതുപോലെ മാനുകളിൽ ഒരുപാട് വെറൈറ്റി, അതൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലുള്ള പുള്ളിമാനുകൾ ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ കണ്ടില്ല. ഇവിടെ ഉള്ള തോംസൺ ഗസൽ, ഡിക്കി ഡിക്കി, എലാൻ, പിന്നെ തോപ്പി എന്ന് പറയുന്ന മാൻ, അതിനെയാണ് നമ്മൾ ചീറ്റ ഹണ്ട് ചെയ്യുന്നത് കണ്ടത്. തോപ്പി എന്ന് പറയുന്ന മാൻ. അങ്ങനെ 5 or 6 വ്യത്യസ്ത തരം മാനുകൾ ഈ മസായ് മാറയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ എലാൻ്റെ അടുത്തുനിന്ന് പോകാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ലാൻഡ്സ്കേപ്പിൽ അവനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഞാനൊരു നല്ല പെയിൻറ്ററായിരുന്നെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ചിത്രം വരച്ചേനെ. എൻ്റെ മനസ്സിൽ അത്രയും ഭംഗിയായിട്ട് കിടക്കുകയാണ്. പുല്ല് നിറഞ്ഞ വിശാലമായ മൈതാനത്തിൻ്റെ നടുവിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന എലാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു മാൻകൂട്ടം കണ്ടു. അപ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോകാൻ, കാരണം മാൻകൂട്ടങ്ങൾ അവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ധാരാളം കാണുന്നതാണല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ മാനിന് വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് തോംസൺ ഗസലിൻ്റെ കൂട്ടാണെന്നാണ്. പക്ഷെ തോംസൺ ഗസലിൻ്റെ കൂട്ടമല്ല, ഇത് ഇംബാല എന്ന് പറയുന്ന മറ്റൊരു തരം മാനാണ്. അത് നമ്മുടെ നാട്ടിലെ മാനുകളോട് സാദൃശ്യമുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇംബാല മാനുകളുടെ ഒരു വലിയ കൂട്ടം. ആ വലിയ കൂട്ടത്തിനെയും കടന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മഹിളാ സമാജം മീറ്റിംഗ് കാണുന്നത്. ചെളി നിറഞ്ഞ വഴികളിലൂടെ, ചതുപ്പ് നിലങ്ങളിലൂടെയുള്ള ഒരു ദീർഘദൂര ഓട്ടം വണ്ടി ഓടി. അപ്പോൾ ഇത് എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ലയൺസിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് തരം സിംഹമാണ് എന്താണെന്നൊന്നും അറിയില്ല. സിംഹത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. കുറേ ദൂരം ചതുപ്പ് നിലങ്ങളിലൂടെ. നമുക്ക് പേടിയാവും ശരിക്കും. ഈ ടയറൊക്കെ നല്ലോണം ഒരു പകുതിയോളം താണിട്ടുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു കരുത്തൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അതുകൂടെ ഇങ്ങനെ ഭയങ്കര ഷേക്കി ആയിട്ടൊക്കെയാണ് പോകുന്നത്. സ്കിഡ് ചെയ്ത് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും. ചില സ്ഥലത്ത് കുറച്ച് താണു പോവും. അങ്ങനെയുള്ള സ്ഥലത്തിലൂടെ നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ 3 മഹിളാ സിംഹങ്ങൾ, 3 സിംഹിണികൾ അവിടെ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ ഏതോ നല്ലൊരു ഇരയെ കാച്ചിൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ കണ്ട സീബ്ര, ഈ കഴുതപ്പുലിയും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട് കുറുക്കന്മാരും കടിപിടി കൂടിക്കൊണ്ടിരുന്ന അത് ഇവരുടെ ഭർത്താവ് സിംഹവും കൂടിയിട്ട് കൊന്നതായിരിക്കണം. അപ്പോൾ അതൊക്കെ നല്ലോണം അടിച്ച് കയറ്റി വന്നിട്ട് ഇവിടെ വന്ന് വിശ്രമത്തിലാണ്. ഇനി കുറച്ച് ഒരു 1-2 ദിവസത്തേക്ക്
ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും വയറ് നിറച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ ഈ 3 പേരും അവിടെ കിടക്കുകയാണ്. ഈ പുരുഷ സിംഹത്തിനെ കാണാനില്ല. അത് ഇനി വേറെ എവിടെയെങ്കിലും മാറി കിടക്കണ്ടോ എന്നറിയില്ല. കാരണം അവിടെ ഭയങ്കര ആളുയരത്തിൽ പുല്ലുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നാലും നമ്മൾ കാണില്ല. സിംഹത്തിൻ്റെ നിറം എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളതിനുള്ള ഉത്തരവ് നമുക്ക് കിട്ടി. കാരണം അവിടുത്തെ പുല്ലുകൾക്ക് ആ നിറമാണ് സിംഹത്തിൻ്റെ നിറമാണ്. അതിൻ്റെ ഇടയിൽ സിംഹം കിടന്നാൽ നമ്മൾ അറിയേയില്ല. അപ്പോൾ അങ്ങനെ ഈ സിംഹിണികൾ അവിടെ കിടക്കുകയും ഒരെണ്ണം മാറി കിടന്ന് നല്ല ഉറക്കമാണ്. വേറൊരുത്തി പുല്ലിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് ഇവളുടെ അടുത്ത് വന്നിട്ട് ഇവളുടെ ദേഹത്ത് തല വെച്ചിട്ട് ഇങ്ങനെ മലന്ന് ഇങ്ങനെ കിടക്കുന്നു. ഒരു പെണ്ണ് അപ്പുറത്ത് മാറി ഇരുന്നിട്ട് ചുറ്റും നോക്കി ഇങ്ങനെ അലേർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റു മൃഗങ്ങളൊന്നും വരുന്നുണ്ടോയെന്നോ എന്തോ നോക്കുകയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റവർ 2 പേരും കിടന്ന് നല്ല ഉറക്കമായി. ഞങ്ങൾ പിന്നെ കുറേ നേരം അതിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ള സിംഹിണികളാണ്. നല്ല അഭിനയിക്കാനൊക്കെ പറ്റും തോന്നുന്നു. നല്ല എക്സ്പ്രസീവ് ഫേസാണ്. നോട്ടത്തിലൊക്കെ നമുക്ക് നമ്മളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്ന 3 സിംഹിണികൾ. അങ്ങനെ സിംഹിണികളെ കണ്ട് ഞങ്ങൾ രാത്രി ക്യാമ്പിലെത്തി. രാത്രി ഡിന്നറും കുറച്ച് ചിറ്റ്ചാറ്റും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ നേരത്തെ വീണ്ടും എഴുന്നേറ്റ് സഫാരിക്ക് ഞങ്ങൾ ഇറങ്ങി. പ്രഭാതം പൊട്ടിവിടരുന്നത് മസായിമാറയിൽ പ്രഭാതം പൊട്ടിവിടരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. മഞ്ഞ ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ ആകാശം മുഴുവൻ. നല്ല തണുപ്പുണ്ടാവും രാവിലെ. ആ തണുപ്പും ഈ മനോഹരമായ ആകാശവും കണ്ട് ഈ ജീപ്പിൻ്റെ ലാൻഡ് ക്രൂസറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചില മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, മാൻകുട്ടികളും മുയലുകളൊക്കെ ഓടുന്നതൊക്കെ കണ്ട് ഉള്ള ഒരു യാത്ര ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു മാൻകുട്ടിയെ കണ്ടു. അപ്പോൾ ജീപ്പ് നിർത്തി. കാരണം ഞാൻ പറഞ്ഞിരുന്നു എല്ലാ മാനുകളെയും കണ്ടിരുന്നു, ഡിക്കിനെ മാത്രം കണ്ടിട്ടില്ല. ഡിക്കി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ മാനിനെ മാത്രം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ നിർത്തിയിട്ട് പറഞ്ഞു, അതാണ് ഡിക്കി എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മാൻ താഴെ ഇരിക്കുന്നുണ്ട്, മറ്റൊരു കുഞ്ഞു മാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ നിൽക്കുന്നതിൻ്റെ മുഖത്തൊരു ഭയമുണ്ട്. അത് ആരോ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന പോലെയാണ് നിൽക്കുന്നത്. ഡിക്കി മാനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അവർ ഇണകളായിട്ടേ നടക്കുള്ളൂ. ഒരാണും പെണ്ണും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഒരു ഇണ എന്തെങ്കിലും അസുഖം വന്ന് മരിക്കുകയോ മറ്റേതെങ്കിലും മൃഗം ഹണ്ട് ചെയ്ത് കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അധികം വൈകാതെ ഈ ഇണ മാൻകുട്ടി ഈ ഡിക്ക് മരിച്ചു പോകും. പിന്നെ ഇണയില്ലാതെ അത് ജീവിച്ചിരിക്കില്ല. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ജീവിതമുള്ള മാനുകളാണ് ഡിക്കി. മാൻകുട്ടിയല്ല, അത് പ്രായമായാലും ചെറുതായിരിക്കും. അപ്പോൾ ഈ ഡിക്കികളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഗൈഡ് പറഞ്ഞു, ഇവിടെ അടുത്ത് എവിടെയോ ഒരു പുലിയ സിംഹം എന്തോ ഉണ്ട്, ഇവർ പേടിച്ചിട്ടാണ് നിൽക്കണ പരിസരത്ത് എവിടെയോ അവരത് സ്മെല്ല് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വെച്ച് കുറച്ച് വിട്ടുമാറി അതിലൂടെ ആ ഏരിയയിൽ തന്നെ കറങ്ങിയപ്പോൾ കുറച്ച് മാറിയിട്ട് അപ്പുറത്ത് കുറേ വലിയ ഒരു 4-5 മാനുകൾ ഇങ്ങനെ പകച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിഡേറ്ററിൻ്റെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുലിയുടെയോ സിംഹത്തിൻ്റെയോ ഒരു പ്രസൻസ് ഫീൽ ചെയ്തിട്ടുള്ള നിപ്പാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വലിയ കുറ്റിക്കാടുകളുണ്ട്, കുറച്ച് വലിയ മരങ്ങളുള്ള കാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുലി ഉണ്ടെങ്കിൽ ഇവർക്ക് കാണാനും പറ്റില്ല. അപ്പോൾ ഇവർ ആ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഗൈഡ് പറഞ്ഞു, നോക്കി ഇവിടുന്ന് പോകണ്ട, ഇവിടെ എവിടെയോ ലെപ്പേഡോ അല്ലെങ്കിൽ ചീറ്റയോ ഉണ്ട്. സാധാരണ ലെപ്പേഡാണ് ഇങ്ങനത്തെ കാടിനുള്ളിൽ മറഞ്ഞൊക്കെ ഇരിക്കുന്നത് ലെപ്പേഡാണ്. അപ്പോൾ നമുക്കൊരു ലെപ്പേഡിനെ നേരിട്ട് കാണാൻ സാധ്യത. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആഴമുള്ള ഒരു ട്രഞ്ചിൻ്റെ സൈഡിൽ ദൂരെ നിന്ന് കണ്ട ലെപ്പേഡുണ്ട്. ആ ലെപ്പേഡ് ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ടാവാം, അതിനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കാണാൻ പോകണമെന്നൊക്കെ ഈ ഗൈഡ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കി ആ കാട്ടിലേക്കും ഈ മാനുകളെയും നോക്കി. കുറേ കഴിഞ്ഞപ്പോൾ ഈ മാൻകൂട്ടത്തിൽ നിന്ന് ഒരു മാൻ ധൈര്യപൂർവ്വം ആ കാടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പം ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ വഴി കടന്നു പോകണമായിരിക്കും. അപ്പം എത്ര നേരം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ക്ഷമ കെടുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പുലി ഉണ്ടെങ്കിൽ അത് ചാടും. അപ്പോൾ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാം. അത് ചിലപ്പോൾ ബലിയാവുകയും ചെയ്യും. അങ്ങനെ ഈ മാൻ കയറിപ്പോയി. പക്ഷെ അതിന് ഒരു വേട്ടയുടെ ലക്ഷണങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ജീപ്പിൽ പോയിട്ട് മറു സൈഡിൽ പോയിട്ട് നോക്കുമ്പോൾ
ഈ കാടിനുള്ളിൽ എന്തോ അനങ്ങണം. നോക്കുമ്പോൾ ഗൈഡ് പ്രൊഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ലെപ്പേർഡാണ്. പുള്ളി ഇതുള്ള വലിയ ഹ്യൂജായിട്ടുള്ള ഒരു പുലി. കുറേ നേരം അവിടെ കിടന്ന് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നല്ല നടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ലെപ്പേർഡിനെ കണ്ടില്ല എന്നുള്ള വിഷമവും തീർന്നു. ലെപ്പേർഡ് നടക്കുന്നതും ഒന്നും കണ്ടില്ല എന്നുള്ള വിഷമവും തീർന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ പുഴയുടെ തീരത്ത് അങ്ങനെ എവിടെയെങ്കിലും ആണ് ചെയ്യുക, അവർ സെറ്റപ്പ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി പോകണം. പോകുന്ന വഴിക്ക് ഒരു ചെറിയ പുഴയുടെ ഉള്ളിലൂടെ പുഴ ക്രോസ് ചെയ്തിട്ട് പോകണം. പുഴ ക്രോസ് ചെയ്ത് ജീപ്പിൽ പോകുന്ന അതിൻ്റെയൊക്കെ നല്ല വീഡിയോസ് എനിക്ക് കിട്ടി. അങ്ങനെ പുഴ കടന്ന് ഈ പുഴ ക്രോസ് ചെയ്തിട്ട് ഈ പുഴയുടെ തീരത്തു കൂടെ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡിൽ, പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വൻ മുതല എന്നാൽ ചീങ്കണ്ണി എന്നാണോ പറയേണ്ടതറിയില്ല, വലിയതിനാണോ ചീങ്കണ്ണി എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഭയങ്കര വലുത്. വേണമെങ്കിൽ ഒരു ആനേനൊക്കെ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കരുത്തുള്ള വൻ ഒരു ചീങ്കണ്ണി അപ്പുറത്ത് കിടന്ന് നല്ല വെയിൽ കാഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്നു. അത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമിലാണ്. അതിൻ്റെ തൊട്ട് മീതെയായിട്ട് ഒരു മരം, ഇങ്ങനെ കുട പിടിച്ച പോലെ ഒരു മരവും ഒരു ചെറിയ മണ്ണിൻ്റെ കുന്നിൻ്റെ മീതെ ഒരു മരമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമിൽ കിടന്ന് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. അവിടുന്ന് ഒന്ന് പാൻ ചെയ്ത് നോക്കുമ്പോൾ ആ പുഴയിൽ ഒരു 100-നടുത്ത് ഹിപ്പപ്പൊട്ടാമസുകൾ പുഴയിലുണ്ട്. അത് മുക്കളയിട്ടും നിവർന്നും ഒച്ചയുണ്ടാക്കിയും വെള്ളം ചീറ്റിയും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹിപ്പപ്പൊട്ടാമസുകൾ. ഇതിൻ്റെ പരിസരത്ത് എവിടെയോ ആണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മുതലയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ നിൽക്കാതെ ഞങ്ങൾ മെല്ലെ അവിടുന്ന് സ്ഥലം വിട്ടു.